മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സ്വർണത്തിന്റെ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതാണ് ഇടക്കാല റിപ്പോർട്ട്. ഇതിനിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അഖില തന്ത്രി പ്രചാരക് സഭയുടെ ഹർജിയിൽ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേസിലെ പ്രതികളെ സംരക്ഷിക്കാനാണ് തന്ത്രിസഭ ആക്ഷേപം ഉന്നയിക്കുന്നതെന്ന് കോടതി വിമർശിച്ചു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ശാസ്ത്രീയ പരിശോധനാ ഫലമുണ്ട്. ഇതുവരെ എന്താണ് കോടതിക്ക് മുന്നിൽ എത്താത്തതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവതരമായ റിപ്പോർട്ടാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തെങ്കിലും പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? രഞ്ജിത്ത്, അതുമായി ബന്ധപ്പെട്ടുള്ള ഇടക്കാല വിധി പുറത്തു വന്നിട്ടില്ല. ഇടക്കാല ഉത്തരവ് പുറത്തു വന്ന ശേഷമേ നമുക്ക് ഹൈക്കോടതി ഈ കാര്യത്തിൽ എന്ത് പരാമർശിച്ചു എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. പ്രത്യേകിച്ച് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ഇനി 4 ആഴ്ച കൂടിയാണ് അന്വേഷണത്തിന് ബാക്കിയുള്ളത്. ആ സാഹചര്യത്തിലാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം, VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം, പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളിയിലും ദ്വാരപാലക ശില്പത്തിലും VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇതുവരെയും, അതായത് അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടാണ് VSSC നൽകിയിട്ടുള്ളത്. അത് 98-ൽ വിജയമല്യയുടെ UB ഗ്രൂപ്പ് നൽകിയിട്ടുള്ള സ്വർണ്ണപ്പാളിയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയും തമ്മിലുണ്ടായ താരതമ്യ പരിശോധനയാണ് നടത്തിയത്. ആ പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ശേഷം SITക്ക് കൈമാറിയത്. ആ റിപ്പോർട്ടാണ് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് A രാജ വിജയരാഘവനും KV ജയകുമാറും അടങ്ങുന്ന ബെഞ്ചാണ് ഈ ദേവസ്വം ബെഞ്ച് അത് പരിഗണിച്ചത്. അവരാണ് ഈ കേസ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, കുറച്ചാഴ്ചകളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതി റിപ്പോർട്ടുകൾ, അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അഖിലതന്ത്രി പ്രചാരക് സഭയുടെ ഹർജി കൂടി എത്തിയിരുന്നത്. അതേസമയം നിശിതമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ അഖിലതന്ത്രി പ്രചാരക് സഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഹർജിക്കാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ലേ, വ്യക്തമായ ധാരണയില്ലേ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത്. കേസിലെ പ്രതികളെ സംരക്ഷിക്കാനാണ് തന്ത്രിസഭ ഇത്തരം ആക്ഷേപം ഉയർത്തുന്നതെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഹൈക്കോടതി ഇതുവരെ 10 ഇടക്കാല റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനുശേഷം CBI അന്വേഷണം ആവശ്യപ്പെടാൻ ഒരു കാരണവും ഉന്നയിക്കാൻ ഇല്ല എന്ന് തന്നെയാണ് കോടതി കാണിക്കുന്നത്. അതേസമയം പ്രതികൾ നിരപരാധികളാണോ എന്നുള്ള കാര്യവും കോടതി എടുത്തു ചോദിക്കുന്നുണ്ട്. വലിയ വിമർശനമാണ് ഈ അഖിലതന്ത്രി പ്രചാരക് സഭയ്ക്ക് എന്തായാലും കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള. എന്തായാലും ഹർജി വീണ്ടും ഫെബ്രുവരി 4ലേക്ക് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, വാജിവാഹനം കണ്ടെത്തിയ കാര്യം ഉൾപ്പെടെ, തന്ത്രിയുടെ പക്കൽ നിന്നും വാജിവാഹനം കണ്ടെത്തിയ കാര്യം ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി മുൻ ദേവസ്വം മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വാജിവാഹനം ഈ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം, പ്രസിഡന്റിന്റെ നിർദ്ദേശം അങ്ങനെയായിരുന്നു. അതനുസരിച്ചാണ് കൊടുത്തതെന്ന് പറയുന്നത്. പക്ഷേ 2012 ഈ ബൈലോ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൽപ്പെട്ടിട്ടില്ലായിരിക്കാം എന്ന് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടും കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടും സൂചന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുക. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.